ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ, രാത്രിയുടെ ആ വേളകളിൽ അന്ത്യയാമങ്ങളിൽ ചില ആളുകളെ നിങ്ങൾക്ക് കാണാം, അവര് ഇതാ പുതപ്പിനടിയിൽ കിടന്നുറങ്ങുകയല്ല, നേരെ മറിച്ച് സാജിദ, അവർ സുജൂദിലാണ്. അവർ ഇൻസ്റ്റഗ്രാമിലല്ല, ഫേസ്ബുക്കിലല്ല, വാട്സാപ്പിലല്ല, രാത്രിയുടെ അന്ത്യയാമത്തിൽ സാജിദ, അവർ സുജൂദിലാണ്. അവർ ചാറ്റ് ചെയ്യാണ്, ആരുമായിട്ട്? റബ്ബുൽ ആലമീനുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ്, അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുകയാണ്. സാജിദ അവർ നിതാ കാലുനീര് വെച്ച് വീങ്ങുന്നത് വരെ നിസ്കരിക്കുകയാണ്. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അതേ യഹ്ദറുൽ ആഖിറ, അവർ കാത്തുവെക്കുന്നത് അല്ലെങ്കിൽ കരുതുന്നത്, സൂക്ഷിക്കുന്നത് ആഖിറത്തിനെയാണ്. അവർ സൂക്ഷിക്കുന്നത് ആഖിറത്തിനെയാണ്, അവർ കരുതുന്നത് ആഖിറത്തിനെയാണ്. വയർജു റഹ്മത റബ്ബിഹി, റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തിനെയാണ് അവർ കൊതിക്കുന്നത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവനും വിവരമില്ലാത്തവനും ഒരുപോലെയാകുമോ? വിവേകിയും അവിവേകിയും ഒരുപോലെയാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അങ്ങേറ്റം ലുബുള്ളവനെ, തലയിൽ കാമ്പുള്ളവനെ ചിന്തിക്കൂ എന്ന് ഖുർആൻ പറയാണ്. തലയിൽ കാമ്പുള്ളവനെ ചിന്തിക്കൂ. അതുകൊണ്ട് തന്നെ രാത്രിയുടെ അന്ത്യയാമത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തുകൊണ്ട്? അവർക്കറിയാം ആഖിറത്തുണ്ട്, അവർക്കറിയാം ആഖിറത്തുണ്ട്, പരലോകമുണ്ട്, റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് വരേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ റബ്ബിന്റെ റഹ്മത്ത് വേണം എന്നവർ കൊതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിശയുടെ നിശബ്ദതയിൽ അവർ എഴുന്നേറ്റ് സുജൂദിൽ വീഴുകയാണ്. ഇന്നമാ يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. അല്ലാഹു പറയാണ്, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന ആളുകൾ ആരാന്നറിയോ? കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് തെരുവിൽ കിടന്നുറങ്ങുന്നവനല്ല. അങ്ങനെയുണ്ട് നമ്മുടെ ആളുകളിൽ ഒരു ജനത അല്ലെങ്കിൽ ഒരു സമൂഹം, അവർക്ക് ജീവിതം അറിയില്ല, ജീവിതത്തിന്റെ കാമ്പറിയില്ല. അവർ കാണുന്ന ലഹരി അതെ കഞ്ചാവിലുള്ള ലഹരിയാണ്, MDMയിലുള്ള ലഹരിയാണ്, അതുപോലെ തന്നെ മദ്യത്തിലുള്ള ലഹരിയാണ്. ആ ലഹരി മാത്രമേ അവർക്കറിഞ്ഞുകൂടൂ. സ്വബോധം നഷ്ടപ്പെടുത്തുന്ന ലഹരിയാണ്, അവരുടെ ചിന്തയെ കാർന്നു തിന്നുന്ന ലഹരിയാണ്, അവരുടെ കരടിനെ കാർന്നു തിന്നുന്ന ലഹരിയാണ്. ആ ലഹരി മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ നമ്മുടെ ആയത്തുകൾ വിശ്വസിക്കുന്നവന്റെ ലഹരി എന്തെന്നറിയുമോ? അവന്റെ ആസ്വാദനം എന്തെന്നറിയുമോ? അവന്റെ ലദ്ദത്ത് എന്തെന്നറിയുമോ? ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദാ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. ഒരു കിബറുമില്ലാതെ, ഒരു അഹങ്കാരവുമില്ലാതെ ആ റബ്ബിന് ഹംദ് ചെയ്യുന്നവരാണ്, തസ്ബീഹ് ചെയ്യുന്നവരാണ്, സുജൂദിലേക്ക് വീഴുന്നവരാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അതേ വിരിപ്പിൽ നിന്ന് അവരുടെ പാശങ്ങൾ എഴുന്നേറ്റ് വരുന്നു. എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് അവൻ എഴുന്നേറ്റ് വരുന്നു. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ, വളരെയധികം ഭയത്തോടെയും പ്രതീക്ഷയോടെയും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ഇതാ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നു. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അത്തരക്കാർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചതെന്ത് എന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ ഒരാൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് റബ്ബ് അത്തരക്കാർക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. ഫലാ തഅലമു നഫ്സും മാ ഖുറത്ത അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവരുടെ അധ്വാനത്തിന് അല്ലാഹു ഒരുക്കി വെച്ച പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തെ ഒരാൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക.
സങ്കല്പിക്കുകയാണ്. ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയില്ല, അത്ര അനുഗ്രഹങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചത്. മാലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിഅമത്തുകൾ അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവർ ജീവിതത്തെ അറിഞ്ഞു ജീവിച്ചവരാണ്, പണിയെടുത്തവരാണ്, അധ്വാനിച്ചവരാണ്. മറ്റൊരുത്തന്റെ അമല് കൊണ്ട് രക്ഷപ്പെടാൻ നിന്നവനല്ല, നേരെ മറിച്ച് അവൻ പണിയെടുത്തു. അവന്റെ സഅയ്, അവന്റെ അധ്വാനം, അവന്റെ പരിശ്രമം, ആ പരിശ്രമവുമായി റബ്ബിനെ കണ്ടുമുട്ടി. അല്ലാഹു നൽകിയ ആയുസ്, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ സമയം, ആ സമയത്തിലൂടെ അവൻ സഞ്ചരിച്ചപ്പോ ഓരോ പോയിന്റിലും അവന് ചെയ്യാനുണ്ടായിരുന്നു നിരവധി സംഗതി. ഓരോ പോയിന്റിലും ഒരു മനുഷ്യന് ചെയ്യാനുള്ള നിരവധി സംഗതി. പലപ്പോഴും മനുഷ്യനത് അറിയില്ല. അള്ളാഹു നൽകിയ ആയുസ്, റബ്ബ് നൽകിയ ആയുസ്, ആ ആയുസ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ കളിച്ചും ചിരിച്ചും അന്യായം ചെയ്തും അപഹരിച്ചും തോന്നിയാസം ചെയ്തും ജീവിച്ചു തീർക്കുന്ന മനുഷ്യർ, ഇന്ധനം തീരുമ്പോ, അവരുടെ ആയുസ് സെറ്റ് പോകുമ്പോ, അവരുടെ ആയുസ് അവസാനിച്ചു പോകുമ്പോ അവൻ നെടുങ്കേതം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ വിശ്വാസി, തിരിച്ചറിഞ്ഞവൻ, അധ്വാനിച്ചവൻ, പണിയെടുത്തവൻ, നിരന്തരമായി പണിയെടുത്തവൻ, ഒന്ന് കഴിഞ്ഞാൽ എടുത്തത്. ഒരു മുഅ്മിൻ നിരന്തരമായി പണിയെടുക്കുന്നവനാണ്, നിരന്തരമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അധ്വാനിക്കുന്നവനാണ്, പരിശ്രമിക്കുന്നവനാണ്. ആ പരിശ്രമത്തിന്റെ ഫലം അവൻ കാണുകയാണ്, ആഖിറത്തിൽ നേടുകയാണ് അവന്റെ അധ്വാനം. എന്നാൽ മറ്റു ചിലർ അവർ മേന്മ പറയാൻ, മറ്റുള്ളവരെ കണ്ട് ആശ്വസിക്കുകയാണ്. അവൻ അധ്വാനിക്കുന്നു, അവൻ പരിശ്രമിക്കുന്നു, അവൻ നേടുന്നു, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും കഴിയോ, എനിക്കെന്തെങ്കിലും കിട്ടോ? ഇല്ല. സ്വയം അധ്വാനിക്കാതെ ഒരാൾക്കും ഒന്നും ലഭിക്കില്ല. ഇത് ഖുർആൻ നമുക്ക് എല്ലാ വിഷയത്തിലും നൽകുന്ന വലിയ ഒരു ഇൽമാണ്, അറിവാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു ചില വ്യക്തിത്വങ്ങളെ. നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. നൂഹ് അലൈഹിസ്സലാമിന്റെ പരിശ്രമങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. നമുക്കറിയാം, ആ നൂഹ് അലൈഹിസ്സലാം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, 950 കൊല്ലക്കാലം, വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1050 കുറവ്. ആ 950 കൊല്ലക്കാലം നിരന്തരമായി റബ്ബിന്റെ മാർഗത്തിൽ പണിയെടുത്ത നൂഹ് അലൈഹിസ്സലാമിനെ പറ്റി പറയുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനെ കുറിച്ചും പറഞ്ഞു തന്നു. നൂഹ് നബിയുടെ മകനെ കുറിച്ച് പറഞ്ഞു തന്നു. ആ ഉപ്പ സ്നേഹത്തോടെ വിളിച്ചു ആ മകനെ. ആ ഉപ്പ സ്നേഹത്തോടെ ഒരു മകനോടുള്ള എല്ലാ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉപ്പ നിറവേറ്റുകയാണ്. കാരണം ഉപ്പക്കറിയാം, ഈ മകൻ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, റബ്ബ് തന്ന പരീക്ഷണമാണ്. അത് നൂഹ് നബിക്ക് മാത്രമല്ല, നമ്മുടെ ഒക്കെ മക്കൾ നമുക്ക് അള്ളാഹു തന്ന പരീക്ഷണമാണ്. അവരുടെ മേൽ നമുക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു മകനുണ്ടാകാൻ, ഒരു മകളുണ്ടാകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ പോലും, അതിനായി പ്രാർത്ഥിക്കുമ്പോൾ പോലും റബ്ബിനോട് നടത്തേണ്ട ദുആ വിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ ദുആ വെച്ച് പഠിപ്പിച്ചില്ലയോ, വിശദീകരിച്ചില്ലയോ റബ്ബ് സുബ്ഹാനഹു വ തആല? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ ഒരു സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണമേ. അവിടെ മുതൽ, അഥവാ സന്താനത്തെ ആഗ്രഹിക്കുന്ന സമയം മുതൽ ഒരു സന്താനത്തെ തരണേ എന്നല്ല, ഒരു മകനെ തരണേ, മകളെ തരണേ എന്നല്ല. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ തരണേ. സക്കറിയ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ദുആ വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോഴും പറഞ്ഞത് കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കറിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അസ്മു മിന്നി വഷ്തഗല അർ-റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ
ഇബ്റാഹി വകാനത് ഇംറഅതി ആഖറ ഫഹബ് ലീ മിൻ ലദുൻക വലിയ. ഒരു പ്രവാചകൻ റബ്ബിനോട് ദുആ ചെയ്യാണ്, അല്ലാഹുവേ എനിക്കൊരു അനന്തരാവകാശിയെ തരണേ അല്ലാഹ്. മഹാനായ സക്കറിയ നബി ചോദിക്കുകയാണ് റബ്ബിനോട്, എനിക്കൊരു അനന്തരാവകാശിയെ തരണേ അല്ലാഹ്. അനന്തരാവകാശി എന്ന് പറഞ്ഞാൽ ഈ ദീൻ ഏറ്റെടുക്കാൻ, ഇത് പറയാൻ, ഇത് ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തോട് ഈ ദീനിന്റെ സന്ദേശം പറയാൻ, അതുകൊണ്ട് തന്നെ ഈ ഭാരം ഏറ്റെടുത്തുകൊണ്ട് എന്റെ പിൻഗാമിയായി വരാൻ തക്കവണ്ണമുള്ള ഒരു വലിയനെ എനിക്ക് തരണേ അല്ലാഹ്. സക്കറിയ നബി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ആ ദുആ മുതൽ അവിടുന്ന് ഇങ്ങോട്ട് പരിശ്രമിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്തിനാണ് തന്റെ മകനെ കൊണ്ടുവന്ന് മക്കയിൽ ഉപേക്ഷിച്ചു പോയത് എന്ന് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, നിസ്കരിക്കുന്നവരായി എന്റെ മകൻ വളരണം, എന്റെ മക്കൾ വളരണം, അതിനുവേണ്ടിയാണ് അല്ലാഹുവേ ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. കണ്ടോ? അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന സന്താനത്തെ ഏറ്റവും നല്ല സംസ്കാരത്തിൽ വളർത്തിയെടുക്കുക, അതൊരു മനുഷ്യന്റെ അഭിലാഷമാണ്, ഒരു മുഅ്മിനിന്റെ അഭിലാഷമാണ്. ഇവിടെയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവസാന സമയത്ത് പോലും തന്റെ മകനെ വിളിക്കുകയാണ്, തന്റെ മകനോട് പറയുകയാണ്. അതേ മലകൾ കണക്ക് തിരമാലകൾ ആ ഞെടിക്കുന്ന വേളയിൽ അങ്ങകലെ തന്റെ മകനെ കണ്ടപ്പോ യാ ബുനയ്യർകം മഅനാ യാ ബുനയ്യർകം മഅനാ വലാ തകും മിനൽ കാഫിരീൻ വലാ തകും മഅൽ കാഫിരീൻ. യാ ബുനയ്യ, പൊന്നുമോനെ, ഇർകം മഅനാ, ഞങ്ങളോടൊപ്പം കപ്പലിലേക്ക് കേറുമോനെ, നീയും കപ്പലിലേക്ക് വാ മോനെ. സ്നേഹത്തോടെ ഒരു ഉപ്പ വിളിക്കുകയാണ്. കാരണം നൂഹ് നബിക്ക് അറിയാം വരാൻ പോകുന്ന ദുരന്തം എന്താണ് എന്ന്, വരാൻ പോകുന്ന അദാബ് എന്താണ് എന്ന്. അതുകൊണ്ട് സ്വന്തം മകനെ വിളിച്ചു, ഇർകം മഅനാ, പൊന്നുമോനെ വാ, കേറ്. ഒരിക്കലും നീ അവിശ്വാസികളിൽ നന്ദി കെട്ടവരിലായി പോകരുത്. ആ സന്ദർഭത്തിൽ ആ മകൻ പറഞ്ഞു, ഏതുപോലെ എന്നറിയോ, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ, ചില മക്കൾ പറയുന്നത് പോലെ, ഉപ്പാ ആ വണ്ടിയിലേക്ക് ഞാനില്ല, വല്ല മലയുടെ മുകളിലും കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം, വെള്ളം ഇങ്ങനെ പൊങ്ങിയാലും. അവനൊരു പരമ യുക്തിവാദിയായി മാറി. അങ്ങനെയുണ്ട് ചില മനുഷ്യർ, അള്ളാഹുവിന്റെ വഹി വന്നാലും യുക്തിവാദം കൊണ്ട് അതിനെ കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇവന് യുക്തിവാദിയാവുകയാണ്, ഇവനും ഒരു നിരീശ്വരവാദിയാവുകയാണ്, ദൈവ നിഷേധിയായി മാറുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയമില്ലാത്ത, പടച്ചവനെ പേടിക്കാത്ത ഒരു പരമ ദ്രോഹിയായി ആ മകൻ മാറുകയാണ്. അവൻ യുക്തി കൊണ്ട്, അവന്റെ ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ അതിജയിക്കാൻ ശ്രമം നടത്തുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ വല്ല മലയുടെ മുകളിലും കേറിക്കൊള്ളാം. ആ ഉപ്പ പറഞ്ഞു, പൊന്നുമോനെ, നീ വിചാരിക്കുന്നത് പോലല്ല. കാരുണ്യം ലഭിച്ച മനുഷ്യരല്ലാതെ ഇന്ന് രക്ഷപ്പെടൂല. ഇത് വഹയാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയാണ്. ആ വഹിയുള്ള റസൂലാണ് ഞാനാണ് മോനെ നിന്നോട് പറയുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം പൊന്നുമോനെ നിന്നെ രക്ഷപ്പെടുത്താൻ വേറെ ഒരാളും വരില്ല കേട്ടോ, ഒരു പർവ്വതവും ഒരു മലയും നിന്നെ രക്ഷപ്പെടുത്തുകയില്ല കേട്ടോ. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഖുർആൻ പറഞ്ഞു, ആ ഉപ്പയുടെയും ഉമ്മയുടെയും, ആ ഉപ്പയുടെയും മകന്റെയും ഇടയിൽ ഒരു തിരമാല വന്നങ്ങ് പൊങ്ങിയങ്ങ് താഴ്ന്നപ്പോ സ്വന്തം മകൻ അതാ മുങ്ങി മരിക്കുന്നത് നോക്കി നിൽക്കുകയാണ് നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി കൈകാലിട്ടടിക്കുകയാണ്. ആ നൂഹ് നബിയുടെ മകൻ ഇങ്ങനെ കൈകാലിട്ടടിക്കുമ്പോ അള്ളാഹുവിനോട്, റബ്ബിനോട് നൂഹ് നബി നടത്തുന്നൊരു ദുആയുണ്ട്. റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി. അള്ളാഹുവേ, എന്റെ പൊന്നുമോൻ, എന്റെ കുടുംബമല്ലയോ അവൻ, എന്റെ കുടുംബക്കാരനല്ലയോ അവൻ. മനസ്സിലാക്കണം, അള്ളാഹുവോട് നൽകുന്ന ഒരു ഉത്തരം, റബ്ബ് കൊടുത്ത ഉത്തരം, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബക്കാരനല്ല. നിന്റെ കുടുംബക്കാരൻ അവർ മുഴുവനും ഇപ്പോൾ ആ കപ്പലിലുള്ള ആളുകളാണ്. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം, അറിയാത്തത്, വിവരമില്ലാത്തത് എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് മാത്രമല്ല, ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ, വിവരമില്ലാത്ത മനുഷ്യരിൽ നീ പെട്ടുപോകരുത് എന്ന് നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. ഖുർആൻ എന്തിനാ ഇത് പറയുന്നത്? ഇതെന്തിനാ ഖുർആൻ പറയുന്നത്? ബാപ്പ നന്നായിട്ട് കാര്യമില്ല, മകൻ നന്നാകണം. ബാപ്പ അവ്വൽ വഖത്ത് സുബഹിക്ക് പള്ളിയില്, മോനാ വഴിക്കില്ല. നമുക്കതൊരു ഗൗരവ വിഷയമല്ല. ഓന്റെ വഴി.
അവനവന്റെ വഴി അങ്ങനെ വിടാൻ കഴിയുന്നതല്ല ഒരു മുഅ്മിൻ. ആ മുഅ്മിനിന്റെ സന്താനം, ആ സന്താനം മുഅ്മിനിന്റെ സന്താനങ്ങൾ മുഅ്മിനായ നിലയിൽ തന്നെയാവണം. അത് ആഗ്രഹമാണ്, പ്രവർത്തനമാണ്. ബാപ്പ നിസ്കരിച്ചു, മോന് നിസ്കാരമില്ല. ബാപ്പ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉണ്ട്, മകനില്ല. ബാപ്പ വാതൊക്കെ വെക്കുന്നുണ്ട്, മകൻ ആ വഴിക്കില്ല. ബാപ്പ വലിയ സംഘടനാ പ്രവർത്തനമുണ്ട്, മക്കൾ ആ വഴിക്കില്ല. ഇതല്ല, നേരെ മറിച്ച് നമ്മൾ നേരിന്റെ വഴിയിൽ നടന്നു പോകുമ്പോ നമ്മുടെ കൂടെ കൈപിടിച്ച് നമ്മുടെ സന്താനങ്ങളെ കൊണ്ടുവരണം. ബാപ്പ നല്ലവൻ, മകൻ മോശം, രക്ഷയില്ലെന്ന് ഖുർആൻ പറയാണ്. ഭർത്താവ് നല്ലവർക്ക്, ഭാര്യയോ ആ വഴിക്കില്ല. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്, നല്ല വാത് കേൾക്കും. ആര്? നമ്മൾ പോയി വാത് കേൾക്കും, നമ്മൾ ഖുതുബ കേൾക്കും, നമ്മൾ ജുമുഅക്ക് പങ്കെടുക്കും. ഈ 100% ഈമാൻ കയറ്റി പൂർണ്ണമായ മനസ്സോടെ അള്ളാഹുവിനെ സമർപ്പിക്കാൻ തയ്യാറായി വീട്ടിലേക്ക് വരുമ്പോ വീട്ടിലുള്ള ആള് അവള് സീരിയൽ മാത്രം കണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ട് മാത്രം കഴിച്ചു കൂടുന്ന ആളാണ്, റീല് മാത്രം കണ്ടിരിക്കുന്ന ആളാണ്. അവൾക്ക് എന്ത് ഈമാനാ, എന്ത് വിശ്വാസമാ? അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ഖുർആനാ, എന്ത് സുന്നത്താ? അത് കേൾക്കാനുള്ള അവസരമില്ല അവർക്ക്, മനസ്സിലാക്കാനുള്ള അവസരമില്ല അവർക്ക്, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ ഇവന്റെ ഒരു ഭാഗം അവൻ നന്നാക്കി പോകാൻ ആഗ്രഹിക്കുമ്പോ മറുഭാഗത്ത് നന്നാകുന്നില്ല. ഇനി മറുഭാഗം നന്നായാലോ, ഭാര്യ നന്നായാലോ, ഭർത്താവ് ആ വഴിക്കില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വാപ്പ പണിയെടുത്താൽ വാപ്പക്ക്, മക്കള് പണിയെടുത്താൽ മക്കൾക്ക്, ഭാര്യ പണിയെടുത്താൽ ഭാര്യക്ക്, ഭർത്താവ് പണിയെടുത്താൽ ഭർത്താവിന്. ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ ഡ്യൂട്ടി, അവനവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അല്ല പറയാണ്, അല്ല പഠിപ്പിക്കുകയാണ്. അതെ, ഏതൊരാൾക്കും അവന്റെ അധ്വാനമല്ലാതെ വേറൊന്നും കാണാൻ കഴിയില്ല. വേറൊരാൾ പ്രവർത്തിച്ച അമല് നോക്കിയിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ മുന്നിൽ അജാദി നടപ്പാകില്ലെന്ന് പറയുമ്പോ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. വളരെ കുറഞ്ഞ ജീവിതമാണ് അല്ലാഹു നമുക്ക് തന്നത്. ഒരുപാടൊന്നും ഇവിടെ ആരും ജീവിക്കുന്നില്ല, ഒരുപാടൊന്നും ആരും ഇവിടെ ജീവിക്കുന്നില്ല. വളരെ കുറച്ചാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്. അല്ലാഹു നമുക്ക് തന്ന ആയുസ് 60 ആണെങ്കിൽ പോലും, 60 കൊല്ലം ഒരാൾ ഇവിടെ ജീവിച്ചാൽ പോലും, ഇദാ ആശൽ ഫതാ 60 ആമാ ഫനസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. 60 വയസ്സൊരുത്തന് ഈ ലോകത്ത് ജീവിച്ചാൽ അതിന്റെ പകുതിയും രാത്രി കൊണ്ടുപോയി. രാത്രി കൊണ്ടുപോയി. ബാക്കി എത്രയുള്ളത്? 30 ആണ്. ഇനി ആ 30 എടുത്താലോ അതിന്റെ പകുതി അഥവാ 15 കൊല്ലം എനിക്കും നിങ്ങൾക്കും 15 വയസ്സാകുന്നത് വരെ, അഥവാ നമ്മുടെ SSLC വരെ എന്താ അവസ്ഥ? ഒരു ഗഫ്ലത്തായിരുന്നു, നമുക്കൊരു ചുക്കും അറിയില്ല. 15 വയസ്സ് വരെ, അഥവാ നമ്മുടെ 60 കൊല്ലത്തിൽ 30 കൊല്ലവും രാത്രിയായി പോയി. ബാക്കി കിട്ടിയ പകുതി എടുത്ത് നോക്കുമ്പോ അതിന്റെ 15 കൊല്ലവും ഈ SSLC വരെ, 10ാം ക്ലാസ് എത്തുന്നത് വരെയുള്ള കാലത്ത് ഒരു ചുക്കും തിരിഞ്ഞില്ല നമുക്ക്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹവയടിച്ച് നടന്നു. പിന്നെ ബാക്കി നോക്കുമ്പോ എത്ര ഇപ്പോൾ ഉള്ളത്? 15 ഉള്ളത്. ബാക്കി നോക്കുമ്പോ 60 കിട്ടിയതിൽ നോക്കുമ്പോ ഈ ബാക്കി 15 ഉള്ളത്. ആ 15 അങ്ങ് എടുത്തു നോക്കിയാൽ ആ 15 5 കൊല്ലം ജോലിയില്ല, കൂലിയില്ല. നമ്മളിങ്ങനെ അന്വേഷിച്ച് തേരാപ്പാര ഒരു പണി കിട്ടുമോ എന്ന് അന്വേഷിച്ച്, ജോലി അന്വേഷിച്ച്, അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയി, ഡിഗ്രി എടുക്കാൻ പോയി, PG എടുക്കാൻ പോയി, അങ്ങനെ നമ്മുടെ 5 കൊല്ലം അങ്ങോട്ട് അങ്ങനെ തീർന്നു. ബാക്കി പോയപ്പോ ഇപ്പൊ എത്ര ഉള്ളത്? 10 ആണുള്ളത്. ഇപ്പൊ നോക്കുമ്പോ ഏതാണ്ട് 50 വയസ്സ്. ബാക്കിയുള്ളത് മുഴുവനും പോയി. 50 കഴിഞ്ഞപ്പോ മുട്ടുവേദന, അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഊരവേദന, അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോ ഇതാ പിന്നെ ബ്ലോക്ക്. ഇങ്ങനെ നോക്കുമ്പോ ബാക്കി നോക്കുമ്പോ കുറയും. അതുപോലെ തന്നെ നമ്മുടെ വലിവും പ്രയാസങ്ങളുമായിട്ട് ഇങ്ങനെ പോവാണ്. ഇതാണ് ഒരു മനുഷ്യ ജീവിതം എടുത്തു നോക്കിയാൽ അതിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ആർക്കും കിട്ടുന്നില്ല. ഒരുപാട് ഇങ്ങനെ കറങ്ങി നടന്നും അടിച്ചു പൊളിച്ചും ഒക്കെ ജീവിതം ആസ്വദിക്കാന്ന് വിചാരിച്ചാൽ ദുനിയാവിൽ അത് സാധ്യമല്ല.
മണ്ടന്മാരാണ് പലരും. കാരണം ചിലവർ ദുനിയാവിൽ സ്വർഗം തീർക്കാൻ ഒരുങ്ങി നടക്കുന്ന ആളുകളാണ്. ദുനിയാവിൽ സ്വർഗം തീർക്കാൻ, ദുനിയാവിൽ സ്വർഗം വാങ്ങാൻ നടക്കുന്ന ആളുകൾ. സാധ്യമല്ല. ദുനിയാവിൽ ഈ രോഗമുള്ള, കഷ്ടതകളുള്ള, ബലാരിഷ്ടതകളുള്ള, വേദനകളുള്ള, നൊമ്പരങ്ങളുള്ള, വിസർജ്യമുള്ള ഈ ലോകത്ത് ഒരാൾക്കും സ്വർഗം തീർക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കും, ഒരുപാട് ആഗ്രഹിക്കും. ഒരു സെലിബ്രിറ്റി ആയാൽ എങ്ങനെയാകും, നമുക്ക് അങ്ങനെ ആനന്ദിക്കാലോ, അങ്ങനെ ആഗ്രഹിക്കുക പല ആളുകളും. പീഡകങ്ങളിൽ, അടുക്കളയിലുള്ള നമ്മുടെ സഹോദരിമാർ പോലും സെലിബ്രിറ്റികളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു റീലിട്ടിട്ടെങ്കിലും, അവരുടെ മാറിങ്ങനെ തുറന്നു കാട്ടിയിട്ടെങ്കിലും, അവരുടെ വസ്ത്രം ഇങ്ങനെ കുറച്ചിട്ടെങ്കിലും ആളുകളൊന്ന് ശ്രദ്ധിക്കുന്ന സെലിബ്രിറ്റിയാകണം എന്ന് ആഗ്രഹിച്ച് സെലിബ്രിറ്റി പട്ടം കിട്ടുമ്പോ ഒരു റിസൾട്ട് ആശുപത്രിയിൽ നിന്ന് കയ്യിലേക്ക് വരും. ക്യാൻസർ ആണ്. അതിന്റെ 4th സ്റ്റേജ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 3rd സ്റ്റേജ് ആയിട്ടുണ്ട്. അതോടെ ഇവളുടെ എല്ലാം തീരുകയായി, മുടി കൊഴിയുകയായി, സൗന്ദര്യം അത് ഇല്ലാതാവുകയായി, അത് ഒരു വീടിന്റെ മൂലയിലേക്ക് ഉരം ചേർക്കപ്പെട്ടവരായി മാറുകയായി. അല്ലേ? എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ദുനിയാവ് എന്താ നമുക്ക് തരിക? ഐഹിക ലോകം എന്താ നമുക്ക് തരിക? അതേ ഭൗതിക ലോകം ഒരു ചുക്ക് നമുക്ക് തരില്ല. അതിന് ഒരുപാടൊന്നും ചിന്തിക്കണ്ട. നേരെ പോവുക, ഖബർസ്ഥാനിൽ പോയി നിൽക്കുക. നമ്മുടെ നാട്ടിൽ മറമാടുന്ന മഖബറകളുണ്ടല്ലോ, മനുഷ്യരെ മറമാടുന്ന ഈ മഹല്ലത്തിലെ മഖബറ. ആ മഖബറ അടുക്കൽ പോയിട്ട് ഇങ്ങനെ കുറെ നേരം നോക്കി നിൽക്കുക. മക്കളെ വിളിച്ചിട്ട് പോയി നിൽക്കുക അവിടെ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് പോയി നിൽക്കുക. എന്നിട്ട് അവിടെ നിൽക്കുക. ഒന്നും കേൾക്കൂല. ധൈര്യത്തെ ചെല്ലാൻ പറ്റിയ സ്ഥലമാണ്. ആരും ഒന്നും ചെയ്യൂല. ധൈര്യത്തെ പോയി അവിടെ നിൽക്കാം. അങ്ങനെ നോക്കിയാൽ അവിടെ ചെന്ന് നിന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ശ്മശാന മൂകത എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിൽ ചെന്നാൽ ഒച്ചയില്ല, ബഹളമില്ല. ശ്മശാന മൂകതയാണ്. സലാം പറഞ്ഞാൽ പോലും മടക്കാൻ ഒരാളുണ്ടാവൂല. ആ രൂപത്തിലുള്ള ഖബർസ്ഥാനിൽ പോയി നിന്നാൽ തുനാജീക അജിദാസുൻ വഹുന്ന സുകൂതു വസുക്കാനുഹാ തഹ്ത തുറാബി ഖുഫൂതു. ആ ഖബർ നിന്നോട് സംസാരിക്കുന്നുണ്ട്. ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ നിന്നോട് സംസാരിക്കുന്നുണ്ട്. അവർ മൗനമായി നിന്നോട് സംസാരിക്കുകയാണ്, മിണ്ടാതെ നിന്നോട് സംസാരിക്കുകയാണ്. അവർ ആ മണ്ണിനടിയിലെ വീട്ടിൽ കിടന്ന് നിന്നോട് സംസാരിക്കുകയാണ്. എന്തേ ഖബറാളി നിന്നോട് പറയുന്നതെന്നറിയുമോ? അയാ ജാമിഅദ് ദുനിയാ ലിഗൈരി ബലാഗത്തിൻ ലിമൻ തജ്മഉദ് ദുനിയാ വഅൻത തമൂതു. ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിച്ചവനെ, ദുനിയാവിൽ നേടിയവനെ, ദുനിയാവിൽ ഒരു കൂട്ടിയവനെ, 10 ഏക്കർ സമ്പാദിച്ചവനെ, മില്യനറുമായി വളർന്നവനെ, ഒരു ചിന്തയുമില്ലാതെ വലിയ തിരക്കിലോടി വാരിക്കൂട്ടിയ സമ്പാദ്യം ലിമൻ ആർക്ക് വേണ്ടിയാണടോ? ലിമൻ തജ്മഉദ് ദുനിയാ. ഈ ദുനിയാവ് നീ വാരിക്കൂട്ടിയത് ആർക്ക് വേണ്ടിയാണ്? വഅൻത തമൂതു. കാരണം നിനക്ക് മരിക്കാനുള്ളതാണല്ലോ. നീ മരിച്ചു പോകുമല്ലോ. മരിച്ചാൽ നീ വന്നു കിടക്കേണ്ടത് ഇവിടെയാണല്ലോ. അങ്ങനെ ഇരിക്കെ നീ ആർക്ക് വേണ്ടിയാ സമ്പാദിച്ചത്? ആർക്ക് വേണ്ടിയാ നീ സ്വരുക്കൂട്ടിയത്? അത് ചോദിക്കാത്ത ഒരു ഖബറുമില്ല. അത് നിങ്ങൾ നോക്കൂ. സൗദി അറേബ്യയിൽ ചെന്നാൽ അബ്ദുള്ള രാജാവിന്റെ ഖബർ കാണാം. ജീവിച്ചിരുന്നപ്പോ ശതകോടീശ്വരനായിരുന്നു അദ്ദേഹം. റിയാദിൽ അദ്ദേഹത്തിന്റെ ഖബറുണ്ട്, അബ്ദുള്ള രാജാവിന്റെ ഖബറുണ്ട്. ആ ഖബറിന്റെ അടുക്കൽ പോയി നിന്നാൽ അബ്ദുള്ള രാജാവും അത് പറയും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ടൊരു ബില്യനേഴ്സ് ഉണ്ട്. അയാളുടെ ഖബർസ്ഥാനിൽ പോയി നിന്നാലും അതങ്ങനെ പറയും. അതല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഖബർസ്ഥാനുണ്ട്. ആ ഖബർസ്ഥാനിൽ ചെന്ന് നിന്നാലും ആ ഖബർ ഇങ്ങനെ വിളിച്ചു പറയും. അയാ ജാമിഅദ് ദുനിയാ ലിഗൈരി ബലാഗത്തിൻ ലിമൻ തജ്മഉദ് ദുനിയാ വഅൻത തമൂതു. തട്ടിപ്പും വെട്ടിപ്പും കരഞ്ചതയും നടത്തി നീ വാരിക്കൂട്ടിയ സമ്പാദ്യം ആർക്ക് വേണ്ടിയാടോ? നിന്റെ സമ്പാദ്യം ആർക്ക് വേണ്ടിയാടോ? കാരണം നീ മരിക്കാനുള്ളവനാണല്ലോ. നീ മരിച്ചു പോകുമല്ലോ. നിന്റെ ഉള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് ഭൂമിക്കടിയിലേക്ക് നീ കുടിച്ചിടപ്പെടുമല്ലോ. അപ്പോ മനുഷ്യ
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അത് ആഗ്രഹിക്കണം. ഒരു വേള നമ്മുടെ കട്ടിലിൽ നിവർന്നു കിടന്നിട്ട് ഞാനിപ്പോൾ മരിക്കുകയാണോ എന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണോ എന്ന് ചിന്തിച്ചാൽ മതി. നേരെ നീണ്ടു നിവർന്ന് കിടന്നിട്ട് ഈ ഉറക്കത്തിൽ എനിക്ക് അറ്റാക്ക് സംഭവിക്കും, ഞാൻ ഈ ലോകത്തോട് വിട പറയും, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ ഒരു രൂപമാറ്റം വരും, ഒരു ചിന്ത വരും. അത് ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട ചിന്തയല്ല. ബഹുമാനനായ ഹനീഫ് കായക്കൊടി നമുക്കെല്ലാവർക്കും സുപരിതനാണ്. അദ്ദേഹത്തിന്റെ ഉപ്പയുണ്ട് അബൂബക്കർ മൗലവി. വലിയ സ്വാത്വികനായ മനുഷ്യനാണ്, ആലിമാണ്, പണ്ഡിതനാണ്, കിതാബോദിയ കീഴനവരുടെ ശിഷ്യനായി വളർന്ന ആളാണ് അബൂബക്കർ മൗലവി. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ ജാബിർ എന്ന മകന്റെ വീട്ടിൽ അദ്ദേഹം താമസിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അബൂബക്കർ മൗലവി എഴുന്നേറ്റ് വുളു എടുത്ത് വന്ന് എന്റെ രണ്ട് കൈകൾ ഇങ്ങനെ പിടിച്ചു, മുഖത്തേക്ക് നോക്കി. അറിയപ്പെട്ടൊരു മാഷാണ് അദ്ദേഹം, നാട്ടിൽ അറിയപ്പെട്ടൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. രണ്ട് കൈകളിൽ ഇങ്ങനെ രണ്ട് കൈയും പിടിച്ച് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് അദ്ദേഹം നാല് വരി അറബി പദ്യം ഇങ്ങനെ ചെല്ലുകയാണ് മുഖത്തേക്ക് നോക്കിയിട്ട്. എന്താണ് ആ പദ്യത്തിലുള്ളത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. ഇതാണ് മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന് പറയാനുള്ള വാക്കുകൾ. അത് പാടി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അവസാനം അബൂബക്കർ മൗലവി എന്നോട് പറഞ്ഞ വാചകം ഇതാണ്. അതിനുശേഷം വേറൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. എന്താ പറയുന്നത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്ദാ അലാ നാരിൽ ജഹീമി. അല്ലാഹുവേ, നീ വാഗ്ദാനം ചെയ്ത ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്, നീ വാഗ്ദാനം ചെയ്ത ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്. അത് വെറുതെ കിട്ടുന്നതല്ല. ആ ജന്നാത്തുൽ ഫിർദൗസ് വെറുതെ കിട്ടില്ല. നേരെ മറിച്ച് ഒഴിവ് കഴിവ് പറയാതെ റബ്ബിന്റെ മാർഗത്തിൽ പണിയെടുത്തവർക്കുള്ളതാണത്. അതുകൊണ്ടാണല്ലോ നബിയോടൊപ്പം ജീവിച്ച ആളുകൾ അവർക്കൊരു ഭാഗ്യം വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ അവർ കരഞ്ഞത്, അവർ വിഷമിച്ചത്, അവർ സങ്കടപ്പെട്ടത്. അതേ, ആ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് തന്നെയും ആ കൂട്ടത്തിൽ തന്നെയും അതേ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് എല്ലാ നന്മകളിൽ നിന്നും മാറി നിൽക്കാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു സ്വഹാബി പോലും, അഥവാ രണ്ടു കണ്ണിനും കാഴ്ചയില്ലാത്ത മനുഷ്യൻ പോലും ഓടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നില്ലയോ? അല്ലിംനി അനിൽ ഇസ്ലാം യാ റസൂലല്ലാഹ്, അഖ്ബിർനി അനിൽ ഇസ്ലാം യാ റസൂലല്ലാഹ്. പുറത്തു നല്ല ബഹളമാണ്, അടിയാണ്, ഇടിയാണ്, അതുപോലെ തന്നെ ചാട്ടമാറടിയാണ്, തീയിൽ കിടത്തുകയാണ്. ഈമാൻ സ്വീകരിച്ചതിന്റെ പേരിൽ മനുഷ്യരെ, ബിലാലിനെയും അമ്മാറിനെയും ഇതാ പീഡിപ്പിക്കുന്ന നേരത്തും കണ്ണു കാണാത്ത മനുഷ്യനോട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന് പറയുന്നത്, ദീൻ പറഞ്ഞുതാ റസൂലേ, ഇസ്ലാം പറഞ്ഞുതാ റസൂലേ. പ്രവാചകന്റെ അടുക്ക് വന്ന് ചോദിക്കുകയാണ്. സദസ്സില്ല, ആളുകൾ നോക്കുന്നില്ല, ഓടി വരികയാണ്. ആ വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടുമൂപ്പന്മാരുടെ മുന്നിൽ ഇരുന്നിട്ട് വളരെ ഗൗരവത്തിൽ പ്രവാചകൻ അവർക്ക് വേണ്ടിയിട്ട് ദഅവത്ത് നടത്തുന്നത്. അബൂജഹലടക്കം, ഉത്ബത്തടക്കം, ശൈബത്തടക്കം, വലീദടക്കം വലിയ പൗരപ്രമുഖരായ നാട്ടുമൂപ്പന്മാരുടെ മുന്നിൽ ഇവരിൽ ഏതെങ്കിലും ഒരുത്തൻ നന്നായാൽ അതുവഴി ഈ സമൂഹത്തിന് നേട്ടമുണ്ടാക്കാലോ, ദഅവത്ത് എളുപ്പാക്കാലോ എന്ന് കൊതികൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നാട്ടുമൂപ്പന്മാർക്ക് മുന്നിൽ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സറിയാതെ ആരെയാണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നറിയാതെ സാഹചര്യം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സ്വഹാബി ഓടി വന്ന് പറഞ്ഞത്, അഖ്ബിർനി അനിൽ ഇസ്ലാം യാ റസൂലല്ലാഹ്, അല്ലിംനി അനിൽ ഇസ്ലാം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് നബിയുടെ അടുക്കലേക്ക് ഓടി വരുമ്പോ പ്രവാചകനെ പെട്ടെന്ന് ഇടയിൽ കയറി അങ്ങനെ ഒരു സദസ്സിൽ കടന്നു വന്ന അത്തരം ഒരു ചോദ്യം ചോദിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീരസമുണ്ടാക്കി. മനുഷ്യ പ്രകൃതിയുള്ള റസൂല് തന്റെ മുഖമൊന്ന് തിരിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, ആ മുഖം അല്പമൊന്ന് ചുളിഞ്ഞു പോയി, നീരസം പ്രകടമായി പോയി പ്രവാചകന്റെ മുഖത്ത്. അതൊരിക്കലും ആ കണ്ണു കാണാത്ത മനുഷ്യൻ കണ്ടിട്ടില്ല. റസൂൽ
റസൂലുള്ള തല തിരിച്ചതോ, റസൂലുള്ളാന്റെ മുഖം നീരസം കൊണ്ട് ചുളിഞ്ഞു പോയതോ ആ കണ്ണു കാണാത്ത മനുഷ്യൻ കണ്ടില്ലെങ്കിലും റബ്ബുൽ ആലമീൻ, റബ്ബുൽ അർശിൽ അദീം, അത്യുന്നതമായ അർശിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ആലമീനായ അല്ലാഹു അത് കണ്ടു. ഉടൻ തന്നെ വരുന്നു നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞെന്താ? അബസ വതവല്ല അൻജാഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. ഏതാണ്ട് 16ഓളം ആയത്തുകൾ ഓതിയിട്ടല്ലേ റസൂലുള്ളയോട് പറഞ്ഞത്? ഓ നബിയെ, കണ്ണ് കാണാത്ത ആളോടി വന്നപ്പോ മുഖം തിരിച്ചു കളഞ്ഞോ, മുഖം ചുളിച്ചു കളഞ്ഞോ? നബിയെ, താങ്കൾക്ക് എന്തറിയാം? താങ്കൾ നാട്ടുമൂപ്പന്മാരുടെ നേരെ തിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ അതേ ആ ഓടി വന്നയാള് അള്ളാനെ പേടിക്കുന്ന ആളാണ്, റബ്ബിനെ ഭയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെ പരിഗണിക്കാതെ നോക്കാതെ താങ്കൾ തിരിഞ്ഞിരിക്കുന്നത് ആരിലേക്കാ? ആ മനുഷ്യർ വലിയ പ്രധാനികളായി പ്രൗഢി നടിക്കുന്ന മനുഷ്യരുടെ നേരെ. അവര് നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ റസൂലേ എന്ന് ചോദിച്ച അല്ലാഹു പരിഗണിച്ച മനുഷ്യൻ, കണ്ണു കാണാത്ത വ്യക്തി. ആ വ്യക്തിയാണ് മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ രണ്ടാമൻ. ചിന്തിക്കണം, ആലോചിക്കണം. ചെറിയ സംഗതിയല്ല, ചെറിയ കാര്യമല്ല. മദീനയിലേക്ക് ഹിജ്റ പോയ രണ്ടാമൻ. മക്കത്ത് അല്ലാഹുവിന്റെ പ്രശംസ ആദ്യം കിട്ടിയ ആ വ്യക്തി മദീനയിലേക്ക് ഹിജ്റ പോയ രണ്ടാമൻ. ഒന്നാമൻ മുസ്അബ് ഇബ്നു ഉമൈർ എന്ന സ്വഹാബി, രണ്ടാമൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്ന കണ്ണു കാണാത്ത സ്വഹാബി ഹിജ്റ പോവുകയാണ്. മദീനത്ത് പോയിട്ട് ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ. എന്തൊക്കെ ന്യായം പറയാൻ? നബിയെ, നിങ്ങൾ പോയിക്കോ, ഞാൻ കണ്ണു കാണാത്ത ആളല്ലേ, പയ്യെ വന്നോളാം എന്നൊന്നുമല്ല. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. ആലോചിക്കണം, ഖുർആൻ രണ്ടാമത് ആയത്ത് ഇറങ്ങിയപ്പോ ആ കൂട്ടത്തിലും ആ കണ്ണു കാണാത്ത ആള് പെടുകയാണ്. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്നു പോയവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും, അല്ലാഹുവിന്റെ തൃപ്തി അവർക്കുണ്ട്, മാത്രമല്ല സ്വർഗം അവർക്കുണ്ട് എന്ന് പറഞ്ഞ ഗണത്തിലും ആ സ്വഹാബി പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് ബദർ യുദ്ധം നടക്കുന്ന വേളയിൽ ആളുകളെല്ലാം ഒരുങ്ങി വന്നപ്പോ അവിടെയും വന്നു ആ സ്വഹാബി. പക്ഷെ റസൂല് പറഞ്ഞു, അങ്ങക്ക് ഇത് ബാധകമല്ല. കാരണം പോകുന്നത് ഏറ്റുമുട്ടലിലേക്കാണ്, അല്ലെങ്കിൽ പ്രയാസകരമായ സാഹചര്യത്തിലേക്കാണ്. അതുകൊണ്ട് താങ്കൾ ഇവിടെ നിന്ന് ഈ പള്ളിയുടെ കാര്യങ്ങള്, അതുപോലെ മദീന നിവാസികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. നബിയും സഹാബത്തും ബദറിലേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോ ഇതാ വിശ്വാസികളായ ആളുകളുടെ ചരിത്രത്തിൽ ധീരോദത്തമായ പോരാട്ടം നടത്തി ജിഹാദ് ചെയ്ത് ആ ധീരയോദ്ധാക്കൾ ബദരീങ്ങൾ ആ മദീനയിലേക്ക് മടങ്ങി വരുമ്പോ അല്ലാഹു ആയത്തിറക്കുകയാണ്, ലാ യസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫളലല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം അലൽ ഖായിദീന ദറജ വകുല്ലം വഅദല്ലാഹുൽ ഹുസ്നാ വഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖായിദീന അജ്റൻ അളീമാ ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ വകാനല്ലാഹു ഗഫൂറർ റഹീമാ. അള്ളാന്റെ മാർഗത്തിൽ പടവെട്ടാൻ പോയി പരിശ്രമിച്ച ആളുകളും പോകാതെ മാറി നിന്ന ആളുകളും ഒരുപോലെയല്ല, അവർക്കൊരു പ്രതിഫലമല്ല. നേരെ മറിച്ച് അള്ളാന്റെ മാർഗത്തിൽ പണിയെടുത്തവന്, പരിശ്രമിച്ചവന്, ആ റബ്ബിന്റെ മാർഗത്തിൽ പൊടിപറ്റിയവന്, വിയർപ്പൊലിപ്പിച്ചവന്, കഷ്ടത സഹിച്ചവന് ഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന ദറജ. അള്ളാന്റെ മാർഗത്തിൽ പണിയെടുത്തവന് പണിയെടുക്കാത്തവനേക്കാൾ പ്രതിഫലമുണ്ട്. മാത്രമല്ല സ്റ്റാറുകളുണ്ട് റബ്ബിന്റെ അടുക്കൽ, ദറജാത്ത്. പണിയെടുത്തവൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്റ്റാറുകളുണ്ട്, പദവികളുണ്ട് എന്ന ആയത്തിറങ്ങിയപ്പോ ഓടി വരുന്നു ആര്? കണ്ണ് കാണാത്ത ആൾ ഓടി വന്നിട്ട് റസൂലുള്ളയോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രമാണ് കൂലി കിട്ടാതെ പോയത്. കാരണം ഞാൻ വന്നതാണ്, അതെ ആ സമയത്ത് നിങ്ങളാണ് എന്നെ മാറ്റി നിർത്തിയത്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം പറഞ്ഞപ്പോ പങ്കെടുക്കാത്തവരെ മാറ്റി നിർത്തിയവരുടെ കൂട്ടത്തിൽ ഞാനിതാ മാറ്റി
മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? എന്തുകൊണ്ട് എനിക്ക് പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി എന്ന് ചോദിക്കുമ്പോ മക്കയിലെ അനുഭവമുള്ള റസൂല് വേദനയോടെ നൊമ്പരത്തോടെ ആ കണ്ണു കാണാത്ത സ്വഹാബിയുടെ വാചകങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹിന്റെ രണ്ട് കാലുകൾ എന്റെ തുടയിലായിരുന്നു റസൂൽ വെച്ചിരുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ഭാരമുണ്ടാകാൻ തുടങ്ങി. എന്റെ കാലിന്റെ എല്ലുകൾ പൊട്ടിപ്പോകുമോ എന്ന് പോലും ഭയപ്പെടുന്ന രൂപത്തിൽ റസൂലുള്ളാഹിക്ക് ഭാരമേറി. ആ വേളയിൽ ഇദാനാ മുസ്ലിമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറുൽ ളറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് ഓതി തന്നു. അഥവാ ഉമ്മു മക്തൂമേ, ഇബ്നു ഉമ്മി മക്തൂമേ, താങ്കൾക്ക് ഇത് ബാധകമല്ല, താങ്കളെ പോലുള്ളവർക്കും ഇത് ബാധകമല്ല. നിങ്ങൾ യുദ്ധത്തിന് പോയില്ലെങ്കിലും ആ പ്രതിഫലത്തിന് അർഹരാണ്. കാരണം നിങ്ങൾ ഉള്ളുകൊണ്ട് തുടിക്കുന്ന ആളുകളാണ്. ഭൗതികമായ കാരണങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളും അതിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ പല തടസ്സങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതെ, നിങ്ങൾക്ക് ആ പ്രതിഫലം കുറക്കൂല, നിങ്ങൾക്ക് ആ പ്രതിഫലം കുറക്കുന്ന പ്രശ്നമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് കൊടുത്ത വ്യക്തിത്വമാണ് കണ്ണ് കാണാത്ത സ്വഹാബിയെങ്കിൽ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ ചരിത്രം ഇങ്ങനെ വായിച്ചു വന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ അല്ലാഹ് ഇളവ് കൊടുത്ത ആ മനുഷ്യൻ അതേ പ്രായാധിക്യം ചെന്ന് വയസ്സായി, കണ്ണിനു കാഴ്ചയുമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അതേ അദ്ദേഹം ജീവിച്ച വേളയിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ആ കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ ഞാൻ പിന്നെ കണ്ടത് ഖാദിസിയയിൽ വെച്ചുകൊണ്ടാണ്. ഹിജ്റ 14 ഖാദിസിയയിൽ വെച്ചുകൊണ്ട് ഘോരയുദ്ധം നടക്കുമ്പോ അതിന്റെ മുന്നിൽ ഒരു കറുത്ത കൊടിയും പിടിച്ചൊരു മനുഷ്യൻ നടന്നു പോകുന്നു. ആരാണെന്ന് നോക്കുമ്പോ കണ്ണു കാണാത്ത മനുഷ്യനിതാ ആ ഖാദിസിയ രണഭൂമിയിൽ വിശ്വാസികളുടെ മുന്നിൽ ഒരു കറുത്ത കൊടിയും പിടിച്ചുകൊണ്ട് പൊടിമാറുന്ന യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ ആ ഖാദിസിയയുടെ പൊടി അടങ്ങിയ നേരത്ത് അവിടെ ഇതാ വിശ്വാസികൾ ഇങ്ങനെ നിരനിരയായി മരിച്ചു കിടക്കുമ്പോ ആ കൂട്ടത്തിലായിരുന്നു മക്കയിൽ വെച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ അബസ വതവല്ല അൻജാഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅന്ത ലഹു തസദ്ദാ വമാ അലൈക അല്ലാ യസ്സക്ക വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ എന്നല്ലാഹു പറഞ്ഞ മനുഷ്യൻ പിടഞ്ഞു വീണത് ഖാദിസയിലാണ്. കണ്ണ് കാണാത്ത അല്ലാഹനെ പേടിച്ച മനുഷ്യൻ പിടഞ്ഞു വീണത് ഖാദിസയുടെ രണഭൂമിയിലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്ക് ഒഴിവ് കഴിവ് പറയാതെ പണിയെടുക്കുന്നവന് കൊടുക്കുന്ന വിരുന്നാണ് ജന്നാത്തുൽ ഫിർദൗസ്. ആ രൂപത്തിൽ അധ്വാനിച്ചവന് കിട്ടുന്ന റബ്ബിന്റെ വിരുന്നാണ് ജന്നാത്തുൽ ഫിർദൗസ്. അതുകൊണ്ട് തന്നെയാണ് അബൂബക്കർ മോദി പറയുന്നത് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസ് അതിന് ഞാൻ അർഹനല്ല, അതിന് ഞാനൊന്നും ചെയ്തവനല്ല, അതിന് അധ്വാനിച്ചവനല്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. എന്നാൽ നീ പറഞ്ഞ നരകമുണ്ടല്ലോ, നീ പഠിപ്പിച്ച നരകമുണ്ടല്ലോ, മനുഷ്യനെയും കല്ലുകളെയും കത്തിക്കുന്ന നരകമുണ്ടല്ലോ. കല്ലു കത്തണമെങ്കിൽ 10,000 സെൽഷ്യസ് ചൂട് വേണം. കഞ്ഞി തിളപ്പിക്കുന്ന ചൂട് കൊണ്ട് ഒരിക്കലും കല്ല് കത്തിക്കാൻ കഴിയില്ലെങ്കിൽ, കമ്പി തിളക്കുന്ന ചൂട് കൊണ്ട്, ഇരുമ്പ് തിളക്കുന്ന ചൂട് കൊണ്ട് ഒരിക്കലും കല്ല് കത്തിക്കാൻ കഴിയില്ലെങ്കിൽ 10,000 സെൽഷ്യസ് ചൂടുള്ള അതേ ലാവ ഇങ്ങനെ തിളച്ചു മറിയുന്നത് കണ്ടില്ലയോ? അതുപോലെയുള്ള അത്രയും സെൽഷ്യസ് ചൂടുള്ള ഒന്നുകൊണ്ട് മാത്രമാണ് കല്ല് കത്തിക്കുന്നതെങ്കിൽ മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന നരകം, ആ നരകത്തെ വഹിക്കാനുള്ള കഴിവെനിക്കില്ല. അല്ലാഹ് വലാ ഖുവാ അലാ നാരിൽ ജഹീമി.
കത്തിയാളുന്ന നരകത്തെ സ്വീകരിക്കാൻ കഴിവുള്ളവനല്ല അല്ല ഞാൻ. അതുകൊണ്ട് ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീം. അല്ലാഹുവേ, വമ്പൻ പാപങ്ങൾ ചെയ്ത എനിക്ക്, ദോഷങ്ങൾ സംഭവിച്ചു പോയി എനിക്ക് നീ പശ്ചാത്താപം തരണേ അല്ലാ, തൗബ തരണേ അല്ലാ. അല്ലാഹുവേ, നീ ഗാഫിറു ദംബാണല്ലോ, അങ്ങേറ്റം പൊറുക്കുന്നവനാണല്ലോ, വലിയ പാപം ചെയ്ത മഹാപാപികൾക്ക് പോലും പുറത്തു കൊടുക്കുന്നവനാണല്ലോ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാനുള്ള മനസ്സ് മരണം നമ്മുടെ മുന്നിലെത്തുമ്പോ നമുക്ക് സ്വയം ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് അതിന് നാം ഒരുങ്ങി നിൽക്കണം. മരിക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കണം. മരണത്തിനായി നമ്മൾ ഒരുങ്ങി നിൽക്കണം. കാരണം നമുക്കറിയാം അതിന് പ്രായമില്ല. നമ്മൾ കണ്ടു എത്രയോ മരണങ്ങൾ. കോളേജിൽ പഠിക്കുന്ന 3 കുട്ടികളാണ് കഴിഞ്ഞ ദിവസം നിമിഷങ്ങൾ കൊണ്ട് നമ്മോട് യാത്ര പറഞ്ഞത്. ഓരോരുത്തരും ഇങ്ങനെ വിട്ടുപോകുമ്പോ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. മുഅ്മിനാണോ മരണം റാഹത്താണ്. അബൂ ഹാമിദ് അൽ ഗസാലിയുടെ ഒരു ബൈത്തുണ്ട്, ഇപ്പൊ പാടുന്നില്ല. ഞാനത് പാടിയാൽ ഒരു അരമണിക്കൂർ വിശദീകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ പാടുന്നില്ല. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതി വെച്ച ചില വരികളുണ്ട്, ചില വാചകങ്ങളുണ്ട്. ഒരു മുഅ്മിനിന് മരണം എന്ന് പറഞ്ഞാൽ അവന്റെ ആനന്ദമാണ്, അവന്റെ സന്തോഷമാണ്, അവന് നിരാശയല്ല. മരണം കൊണ്ട് അവൻ സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. കാരണം വെച്ചാൽ അവൻ അത്രയും കാലം പണിയെടുത്തത് ആ ഒരു നിമിഷം ഏറ്റവും സുന്ദരമാക്കാൻ വേണ്ടിയാണ്, റാഹത്താക്കാൻ വേണ്ടിയാണ്, അല്ലേ? നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു കല്യാണം നിശ്ചയിച്ചാൽ നമ്മൾ ഒരുപാട് പണിയെടുക്കും. വാപ്പ ഓടുന്നു, അതുപോലെ തന്നെ പലരെയും കാണുന്നു, ആളുകളെ വിളിക്കുന്നു, ഒക്കെ കൊണ്ടുവരുന്നു, പന്തലുകാരെ വിളിക്കുന്നു. എല്ലാം കഴിഞ്ഞ് മാസങ്ങൾ ഇങ്ങനെ പണിയെടുത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് ആ റാഹത്ത എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ഇതുപോലെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പണിയെടുക്കുകയാണ്, അധ്വാനിക്കുകയാണ്. കാരണം അവനറിയാം മരണം ഉറപ്പാണ്. മരണം ഉറപ്പാണെന്ന് മാത്രമല്ല, മരണം വല്ലാത്തൊരു തമാശയുമാണ്. നമ്മൾ സാധാരണ ഒരാൾ ഇവിടെ പിടഞ്ഞു വീണാല് നേരെ ആംബുലൻസ് വിളിച്ച് നേരെ കൊണ്ടുപോകുന്നത് ഡോക്ടറെ കാണിക്കാനാണ്, അടുത്തൊരു ഡോക്ടറുടെ അടുക്കലേക്ക് ഓടിക്കൊണ്ടുപോകണേ. പക്ഷെ ആ ഡോക്ടറുടെ അവസ്ഥ പോലും എന്താണ്? ഒരു ഡോക്ടറിനും തന്റെ മരണം പിടിച്ചിരുത്താൻ കഴിയില്ല. പല ആളുകളെയും രക്ഷിച്ച ഡോക്ടർ മരിച്ചു പോകും, അതാണ് രസം. പല ആളുകളുടെയും ജീവൻ രക്ഷിച്ച ആളാണ്, പക്ഷെ ആ ഡോക്ടർ മരിച്ചു പോകും. ഒരു ഡോക്ടറിനും അയാൾക്ക് നിശ്ചയിച്ച മരണം തടയാൻ കഴിയില്ല. അറിയപ്പെട്ട ഒരു കാർഡിയോളജിസ്റ്റ് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു. എത്ര ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത മനുഷ്യനാണത്? എത്ര ആളുകൾക്ക് ഇതാ ഈ രൂപത്തിൽ ഈ ഹൃദയ സംബന്ധിയായ ചികിത്സ നൽകിയ ആളാണത്. ആ രൂപത്തിൽ അനവധി ആളുകളെ ഈ രൂപത്തിലെ ഹൃദയ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാർഡിയോളജിസ്റ്റ് അവസാനിത ഈ രൂപത്തിൽ അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. RCCയിൽ ജോലി ചെയ്ത നിരവധി ക്യാൻസർ രോഗികളെ രക്ഷപ്പെടുത്തിയ ഡോക്ടർ സ്വയം ക്യാൻസർ വന്ന് മരിക്കുകയാണ്. ഇന്നലകളിൽ ഒരുപാട് ആളുകളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയ ഡോക്ടർ അതേ രോഗം പിടിച്ച് മരിക്കുകയാണ്. അതാണ് മരണം എന്ന അത്ഭുതം. ഹലക്കൽ മുദാബി വൽ മുദാബാ വല്ലദീ ജലബദ്ദവാ വബഅഹു വമൻ ഇസ്തറാ. മരണത്തിന്റെ മുന്നിൽ ഡോക്ടറില്ല, രോഗിയില്ല, മെഡിക്കൽ ഷോപ്പുകാരനില്ല, മരുന്ന് കൊടുത്താലില്ല, നഴ്സില്ല, ഒരു വ്യത്യാസമില്ല. എല്ലാവരും മരണത്തിന്റെ മുന്നിൽ കീഴുതുങ്ങാനുള്ളവരാണ്. ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ജീവിതത്തിന്റെ ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് നിരന്തരമായി പണിയെടുത്ത് പരിശ്രമിച്ച് ഇപ്പോൾ നമുക്ക് ലഭിച്ച ഈ സമയം, ആ സമയമാണ് നമുക്കുള്ള സമയമെന്ന് തിരിച്ചറിയുക. ഇന്ന് കഴിഞ്ഞ് നാളെ നന്നാകാം എന്ന് വിചാരിച്ച പലരും പിറ്റേ നാളത്തേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് ഒരു പരിവർത്തനം ഉണ്ടായാൽ, മാറ്റമുണ്ടായാൽ നമ്മുടെ മനസ്സ് പറയും എന്ത് നാളെയാവാം എന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നുവെങ്കിൽ അത് വലിയ അപകടമാണ്. കാരണം വെച്ചാൽ നാളെ നമ്മുടെ കയ്യിലില്ല, നാളെ എന്ന് പറയാൻ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞൊരു വാചകം. എന്താ അദ്ദേഹം പറഞ്ഞത്? മോനെ, ഇയ്യാക വത്തസ്വീഫ്
നാളെ എന്നുള്ളത് നീ സൂക്ഷിച്ചോ. കാരണം സമയം 3 രൂപത്തിലാണ്. സഅത്തുൻ മളത് ലാ തഅബു ഫീഹാ അലൽ അബ്ദി കൈഫമാ ഇൻ ഖലത് ഫീ മശഖത്തിൻ ഔ റഫാഹിയ വസഅത്തുൻ മുസ്തഖബിലത്തുൻ ലം തഅതി ബഅദ ലാ യദ്രി അൽ അബ്ദു അയഈശു ഇലൈഹാ അം ലാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ദിനങ്ങളുണ്ട്, ഇന്നലകൾ. അത് പോയി. അതൊരിക്കൽ ഒന്നുകിൽ നല്ല രൂപത്തിൽ സന്തോഷം തന്നോ, സന്താപം തന്നോ, ദുഃഖം തന്നോ, സുഖം തന്നോ ഒക്കെ കഴിഞ്ഞുപോയി. ഇത്രയൊക്കെ എത്തിച്ചില്ല നമ്മൾ. നമ്മുടെ കഴിഞ്ഞുപോയ ഇന്നലകൾ, പിന്നെ കഴിഞ്ഞുപോയ നിന്റെ സമയം, ആ സമയത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിലോ സന്താപത്തിലോ ഒക്കെ കഴിഞ്ഞുപോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നാളെ എന്ന് പറയുന്ന ഒന്ന്, അല്ലെങ്കിൽ അടുത്ത മണിക്കൂർ എന്ന് പറയുന്ന ഒന്ന്, വന്നിട്ടില്ലാത്ത, കിട്ടിയിട്ടില്ലാത്ത സമയം. അത് കിട്ടൂല്ല എന്നുള്ള ഒരു ഉറപ്പുമില്ല. നമ്മുടെ അറിയാം, നമ്മുടെ വിജയൻ മാഷി അദ്ദേഹം പ്രസ് ക്ലബിലേക്ക് വന്ന് പത്രക്കാരുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മരിച്ചുപോയത്. തൃശ്ശൂര് പ്രസ് ക്ലബിലേക്ക് പടികൾ ചവിട്ടി കയറി വന്ന എഴുത്തുകാരൻ വിജയൻ മാഷ് പത്രക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരൽപ്പം വെള്ള ചോദിച്ച അദ്ദേഹം വെള്ളം കുടിച്ചു. രണ്ടാമത് സംസാരം ആരംഭിക്കുമ്പോൾ പുറകിലേക്ക് അദ്ദേഹം വീണ് മരിച്ചുപോയി. എത്രയോ മനുഷ്യരുണ്ട്. അപ്പൊ അടുത്ത സെക്കൻഡ് ആർക്കുണ്ട് അറിയില്ല. എന്നാലോ ഈ ടൈം ഉണ്ടല്ലോ, ഇപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്ന, കണ്ണു തുറന്നിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം, ആ സമയമാണ് നമുക്കുള്ള സമയം. അതുകൊണ്ട് തന്റെ റബ്ബിലേക്ക് മടങ്ങാനും ജീവിതത്തെ പരിശുദ്ധിപ്പെടുത്താനും അള്ളാഹുവിന് വേണ്ടത് ചെയ്യാനും ഈ സമയമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഒരുങ്ങണം. ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ അങ്ങനെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തെ അവർ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കൊരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ ആ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കല്ല. ഞാൻ കഴിഞ്ഞ ദിവസം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളനം നമ്മുടെ അടുത്ത പ്രദേശമായ തൃശ്ശൂര് ബുസ്താനുൽ ഉലൂം എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് 8 ദിവസത്തെ ഒരു സമ്മേളനം നടത്തി. ആ 8ാമത്തെ ദിവസം രാവിലെ ഒരു വല്ലുപ്പ വേച്ച് ആ സദസ്സിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഏതാനും പ്രൊജക്ടുകൾ പ്രഖ്യാപിക്കാൻ പോണ് എന്ന് ഞാൻ കേട്ടു. അതിന്റെ ആദ്യത്തെ സംഭാവന എന്റെ സംഭാവനയാണ്, അതാകണം. ഞാൻ ആ വല്ലുപ്പയോട് പറഞ്ഞു, വല്ലുപ്പ ഇന്ന് വൈകിട്ടാണത് പ്രഖ്യാപിക്കുന്നത്, ഇന്ന് രാത്രിയാണ് അതിന്റെ പ്രഖ്യാപനം, അത് കഴിഞ്ഞിട്ടാണ് ഈ ഫണ്ട് ഉദ്ഘാടനമൊക്കെ. നിങ്ങൾ എപ്പോൾ പ്രഖ്യാപിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇതിപ്പോ എനിക്ക് തരണം. കാരണം വൈകുന്നേരം ഞാനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ. മനസ്സിലാക്കണം. രാവിലെ ഒരാൾ വന്നിരിക്കുകയാണ്, കയ്യിലൊരു പൊതിയായിട്ട്. നേരെ ആ വല്ലുപ്പ കയറി വന്നു. വല്ലുപ്പ ജോലിക്കൊന്നും പോണ ആളല്ല. ഒരു പക്ഷേ ഒരു 10-25 കൊല്ലമായിട്ടുണ്ടാവും അദ്ദേഹം ജോലിക്ക് പോകാതെ അങ്ങനെ കഴിച്ചു കൂട്ടുന്നുണ്ടാവുക. അത്രയും പ്രായമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. നേരെ വന്നു, സ്റ്റേജിൽ കയറി 1,00,000 രൂപ എന്റെ വകക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം കയ്യിലേക്ക് വെച്ച് തന്നു. ഞാനാണ് ഈ ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് വൈകുന്നേരമായി ആ സദസ്സിൽ നിന്ന് ഓരോ സഹോദരികളും അവരുടെ കയ്യിൽ കിടന്നത് ചോദിക്കാതെ, ഒരാളോടും പറഞ്ഞില്ല നമ്മൾ സംഭാവന എന്ന്, നിങ്ങൾ സഹായിക്കണേ, ഈ സംരംഭത്തെ സഹായിക്കണം എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. നിരവധി സ്ത്രീകൾ ആ സദസ്സിലിരുന്ന് അവരുടെ കാലുകളിലുള്ള സാധാരണ ഉസ്താക്കന്മാരിങ്ങനെ ചോദിച്ചു വാങ്ങാറുണ്ട്. നമ്മൾ ഒരാളോടും പറഞ്ഞതല്ല, നേരെ മറിച്ച് അങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്ന് കേട്ടപ്പോൾ എടുത്തു തരികയാണ്. അവരുടെ കയ്യിലും കാതിലുള്ള മോതിരങ്ങള്, കമ്മലുകള്, സ്വർണം അവർ ഊരി തരികയാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തിരിച്ചറിവിന്റെ മേഖലയെത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അവൻ ചെയ്തു കൊള്ളുക. ഒരു നന്മ നമുക്ക് ചെയ്യാൻ കിട്ടിയ സമയമുണ്ടോ, ആ സമയത്ത് അത് ചെയ്തു കൊള്ളുക. തിരൂരങ്ങാടിയിൽ ഒരു മസ്ജിദ് ഉണ്ട്, നമ്മൾ പോയി നോക്കിയാൽ ഇന്നും കാണാൻ കഴിയും. നമുക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ 5 കൊല്ലം ആ പള്ളി പൂട്ടിയിട്ടു. മനസ്സിലാക്കണം. ഗ്രൂപ്പ് ഇസമുണ്ടായതിൻ്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇടയിലേക്ക് ചില വാദഗതികളുമായി ചില ആളുകൾ വന്നു. ചില ജിന്നുവാദമൊക്കെ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി. ആ പള്ളി 5 വർഷം പൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരും ആലോചിച്ചോട്ടെ, ചിന്തിച്ചോട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് പോവല്ല. ആ പള്ളി ഉണ്ടായൊരു ചരിത്രമുണ്ട്. മനസ്സിലാക്കണം. ആ പള്ളി ഒമാനിലെ ഒരു അറബി വെച്ച പള്ളിയാണ്. അദ്ദേഹമാണ് അതിന് പണം നൽകിയത്. ആ പണം ഏൽപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാടുമായി ബന്ധമുള്ള ഷാഹി അഷ്റഫ് ഖാൻ. അദ്ദേഹം ഇവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വകുപ്പിലാണ് ആ പള്ളി അവിടെ വരുന്നത്. ഷാഹി അഷ്റഫ് ഖാന്റെ ഉമ്മ ഹോസ്പിറ്റൽ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഒരു ഫോൺ വരികയാണ് അദ്ദേഹത്തിന് ഒമാനിൽ നിന്ന്.
ഒമാനിൽ നിന്ന് ആ അറബിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അഷ്റഫൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നെ. അദ്ദേഹത്തിന്റെ മക്കളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ വീട്ടിലെ സൽക്കാരം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തെ എനിക്കറിയാം. അഷ്റഫക്കാടെ ഫോണിലേക്ക് കോള് വരികയാണ്. അഷ്റഫക്ക ഉമ്മ വെന്റിലേറ്ററിലാണ്, ആ വിഷമത്തിൽ നിൽക്കാണ്. അഷ്റഫക്ക ഫോൺ എടുത്തപ്പോ അവിടുന്ന് അറബി പറയാണ്, എന്റെ സ്ഥലം ഞാൻ വിറ്റ പൈസ ഉണ്ട്, നിന്നോട് ഞാൻ പള്ളിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ പള്ളിക്കുള്ള പൈസയാണത്. അപ്പൊ അഷ്റഫൊക്കെ പറഞ്ഞു, അതവിടെ വെച്ചോ, ഞാനിപ്പോ നാട്ടിലാണ്, എന്റെ ഉമ്മ വെന്റിലേറ്ററിലാണ്, പ്രയാസത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം, പൈസ പിന്നെ വാങ്ങിക്കോളാം. ഫോൺ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ വിളിച്ചു, അഷ്റഫേ പൈസ എവിടെയാ കൊടുക്കണ്ടേ? അഷ്റഫൊക്കെ പറഞ്ഞു, ഉമ്മ ഹോസ്പിറ്റലിലാണ്, വെന്റിലേറ്ററിലാണ്, ഞാൻ കേരളത്തിലാണ്, വന്നിട്ട് ഞാൻ വാങ്ങിക്കോളാം. കട്ട് ചെയ്തു. മൂന്നാമതും വിളിച്ചു, അഷ്റഫേ പൈസ എവിടെ കൊടുക്കണ്ടേ? ഞാൻ നാട്ടിലാണ്. അല്ല, ആരെങ്കിലും എനിക്ക് അറിയുന്ന ഒരാളെങ്കിലും എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കാം, അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് ഉത്തരവാദിത്തപ്പെടുത്തുക. അഷ്റഫൊക്കെ പറഞ്ഞെങ്കിൽ എന്നെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഇന്നാളുണ്ടാവും, അവിടെ കൊടുത്തേക്ക്. ആ പറമ്പ് വിറ്റ പൈസയും കൊണ്ട് ആ അറബി നേരെ അഷ്റഫൊക്കെയുടെ ഓഫീസിൽ വന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും വിളിച്ചു. അഷ്റഫൊക്കെ ഫോൺ എടുത്തു, ഇത്ര പൈസ ഇല്ലേ, എണ്ണി കൊടുത്തിട്ടില്ലേ, ഉറപ്പല്ലേ, ഇന്നാളല്ലേ ഏൽപ്പിക്കണ്ടേ? അദ്ദേഹത്തെയാണ് ഏൽപ്പിക്കണ്ടേ. എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. വീണ്ടും അതേ ഫോണിൽ നിന്ന് കോൾ വരികയാണ്. അഷ്റഫൊക്കെ ഫോണ് നമുക്കറിയാം, ഒരു മനുഷ്യൻ ഉമ്മക്ക് സുഖമില്ലാതെ വിഷമിച്ച് വെന്റിലേറ്ററിന് മുന്നിൽ നിൽക്കുമ്പോൾ തുരുതുരായി ഇങ്ങനെ കോൾ ഉണ്ടാകണം, 1, 2, 3 ഒക്കെ ആണെങ്കിൽ സഹിക്കും. തുരുതുര ഇങ്ങനെ വരികയാണ്. അവസാനം വീണ്ടും ഒരു കോൾ വരികയാണ്. അഷ്റഫൊക്കെ മനസ്സോടെ ഫോൺ എടുത്തപ്പോൾ വന്ന വാർത്ത എന്താണെന്നറിയോ? ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞിരിക്കും. ആ മനുഷ്യൻ വിട പറഞ്ഞിരിക്കും. പറമ്പ് വിറ്റ പണം കൊണ്ടുവന്ന് പള്ളിക്ക് വേണ്ടി ഏൽപ്പിച്ച് ആ മനുഷ്യൻ തിരിച്ചുപോയി. അള്ളാഹുവിലേക്ക് അദ്ദേഹം യാത്രയായി. ഇതാണ് മനുഷ്യന്റെ ജീവിതം. നമ്മൾ തിരിച്ചറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഈ അവസരം ഉണ്ടല്ലോ, ഈ സമയം, ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയം, ഈ സമയത്തല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇനി കിട്ടുകയില്ല. നിങ്ങൾ ഈ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, ഈ സമയം ഇപ്പോഴല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. തൊട്ടടുത്ത് മൗത്തിങ്ങനെ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും, എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്ത് വന്നപ്പോൾ പനി പിടിച്ചു. ആളുകൾ ചെന്ന് കാണാൻ, എന്നിട്ട് ചോദിച്ചു, എന്താണ് അബൂബക്കറെ വിശേഷം, എന്താ പനി പിടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ മനുഷ്യരും കുല്ലും മ്രിഇം മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകിൻ അലൈഹി. എന്ത് പനി? പനിയൊക്കെ വലിയ വാർത്തയാണോ? പനിയും ചുമയൊക്കെ വലിയ വാർത്തയാണോ? ക്യാൻസറോ അല്ലെങ്കിൽ ട്യൂമറോ ഇത് വലിയ വാർത്തയാണോ? നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് മരണമുണ്ട്. നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് മരണമുണ്ട്. നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് മരണമുണ്ട്. എന്നിട്ട് നമ്മൾ ചിരിക്കണേ, എന്നിട്ട് നമ്മൾ കോമഡി പറയുന്നത്, എന്നിട്ട് നമ്മൾ തമാശ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം, പരിവർത്തിപ്പിക്കപ്പെടണം. ജീവിതം അല്ലാഹു തന്ന ഔദാര്യമാണ്, ഫളലാണ്. അതുകൊണ്ട് എല്ലാവിധ അനാശാസ്യങ്ങളിൽ നിന്നും മുക്തമായി പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ, അടുത്ത തലമുറയെ, യുവാക്കളെ ആ രൂപത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ മെനക്കെടണം നമ്മൾ. കാരണം ആധുനിക തലമുറ പുതിയ തലമുറയോട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പല ആളുകളും. ജീവിതം ഒരിക്കലേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. കുടിച്ചു തീർക്കുന്നീ, ആസ്വദിക്കുന്നീ, കഞ്ചാവ് ഒഴിച്ച് ആസ്വദിക്കൂ, MDMA ഉപയോഗിച്ച് ആസ്വദിക്കൂ, മയക്കുമരുന്ന് ആസ്വദിക്കൂ, ക്യാബറയും അതുപോലെ തന്നെ പബ്ബും ഹബ്ബുമായി നീ ആനന്ദിക്കൂ. ഇത് കേട്ടിട്ട് ചെറിയ മക്കൾ ഇറങ്ങാൻ, 18 വയസ്സും 15 വയസ്സും 14 വയസ്സും ഒക്കെ ഉള്ള മക്കൾ. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത്. അവിടെ എടപ്പള്ളി ജംഗ്ഷനിൽ വന്നാൽ നിരവധി രാത്രികാലങ്ങളിൽ നിരവധി മനുഷ്യരെ കാണാൻ റോഡും മേലെ. പല പെൺകുട്ടികളും മലപ്പുറം, മലബാർ, അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് വരുന്ന പെൺകുട്ടികളാണ്. പല ആൺകുട്ടികളും അങ്ങനെയാണ്. പാതിരാത്രികളിൽ പലയിടങ്ങളിലും ഇരുളിലും അതുപോലെ തന്നെ കവലകളിലും കുറ്റിയിലും ഒക്കെ കൈ തോളിലിട്ടുകൊണ്ട് അനാശാസ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവരൊക്കെ പലരും നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള പെൺകുട്ടികളാണ്, ആൺകുട്ടികളാണ്. കാരണം അറിയോ, അവർക്ക് പഠിപ്പിക്കപ്പെട്ട ഒരാശയുണ്ട്, മോളെ ജീവിതത്തിൽ 18 വയസ്സായ നിന്റെ സ്വാതന്ത്ര്യമാണ് കേട്ടോ, ജീവിതം ആസ്വദിച്ചോട്ടോ, ആസ്വദിച്ച് അനുഭവിച്ചോ. ഇങ്ങനെ ആസ്വദിക്കാൻ ഇറങ്ങിയ പെൺകുട്ടികളാണ്, ആൺകുട്ടികളാണ്, ചെറിയ മക്കളാണ്. അവരുടെ അവിവേകമാണ്, അവർ
ജീവിക്കുകയാണ്. അവർക്ക് വേണ്ടി പബ്ബുകൾ രാത്രി തുറന്നു കൊടുക്കുകയാണ്, ഹബ്ബുകൾ തുറന്നു കൊടുക്കുകയാണ്. രാത്രി ഫ്രീ ആണ്, ഡിന്നർ ഫ്രീ ആണ്, പ്രഭാതം വരെ 5 സ്റ്റാർ നിങ്ങൾക്ക് ഫ്രീ ആണ്, വരൂ. അപ്പോ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ 16ഉം 17ഉം 18ഉം വയസ്സുള്ള പെൺകുട്ടികൾ ചെല്ലാണ്, അവർക്ക് മയക്കുമരുന്നുകൾ കൊടുക്കാൻ, എന്നിട്ട് വലിയ പാട്ടുകളും കൂത്തുകളും ലൈറ്റിംഗ്സും ഒക്കെ സെറ്റിംഗ്സും ഒക്കെ ആക്കിയിട്ട് ഇവരിങ്ങനെ അടിച്ചു പൊളിക്കാണ് രാത്രികളിൽ. ഇതിലേക്കാ മനുഷ്യർ വിളിക്കുന്നത്, ഈ അനാശാസ്യങ്ങളിലേക്കാ നമ്മുടെ മക്കളെ വിളിക്കുന്നത്. ഈ രൂപത്തിൽ ജീവിച്ചു വളരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റിദ്ധരിക്കുന്നത് ഇതാണ് ജീവിതം, ഇതാണ് ആസ്വാദനം, ഇതാണ് ലഹരി, ഇതാണ് സുഖകരം എന്ന് ചിന്തിക്കാണ്. പക്ഷേ ഇവരറിയുന്നില്ല സർവനാശത്തിലേക്കാണ് ഈ മക്കളെ വലിച്ചെറിയുന്നത് എന്ന്. അത്തരം ആളുകൾ, അത്തരം ഗ്യാങ്ങുകൾ, അത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കാലാണ്. അതുകൊണ്ട് വളരെ ബോധപൂർവം നമ്മൾ ഇറങ്ങണം. കാരണവന്മാരുടെ നേതൃത്വത്തിൽ പുതിയ തലമുറയെ ചേർത്ത് വെച്ചുകൊണ്ട് വളർന്നു വരുന്ന ജനതയെ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ നവജാഗരണം സമൂഹത്തിൽ സാധ്യമാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വാളുകൾ വല്യാപ്പമാര് നടത്തണ്ട, വല്യാപ്പമാര് കൽപ്പിക്കുക, ചെറുപ്പക്കാര് വാളുകൾ നടത്തുക, പ്രസംഗങ്ങള്, പരിപാടികള്, അവരുടേതായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട കാര്യങ്ങൾ, അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നിർദ്ദേശം നൽകുക മക്കളോട്. ഇത്തരം സദസ്സുകൾ ഉണ്ടെങ്കിൽ, വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ആദ്യം പറയാ, ആദ്യം അവിടെ ഉണ്ടാണ് കേട്ടോ. ഇത്തരം ദീനി സദസ്സുകളുമായി, ദീനി സംരംഭങ്ങളുമായി ബന്ധപ്പെടുത്തുക. മൂത്ത മകനുണ്ട്, ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നല്ല, വാപ്പക്ക് പറയാം, ഉമ്മക്ക് പറയാം, മോനെ ഇന്ന് അവിടെ ഇങ്ങനൊരു പരിപാടി ഉണ്ട്, നീ ഉണ്ടാവണം അവിടെ. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം, നീ മനസ്സിലാക്കണം. അതിന് സാമ്പത്തിക സഹായം നീ കൊടുക്കണം. മക്കള്, ജോലിയുള്ള മക്കളുണ്ടെങ്കിൽ വീട്ടില് നീ സാമ്പത്തിക സഹായം നൽകണം. എനിക്കറിയാം, ഇവിടെ അടുത്ത കൊടിയത്തൂരുള്ള ഒരു കുടുംബം, അവിടെ ഏതെങ്കിലും ഒരു പള്ളിക്ക് സംഭാവന ചോദിക്കാൻ ചെന്നാൽ, അതല്ലെങ്കിൽ അറബി കോളേജ് സംഭാവന ചോദിക്കാൻ ചെന്നാൽ, വാപ്പ ഇങ്ങനെ ഇരിക്കും ആ ഉമ്മറത്ത്, എന്നിട്ട് വിളിക്കും, അബൂബക്കർ വരും, നീ എത്രയാ കൊടുക്കുക? ഫസ്റ്റ് ചോദിക്കുക അബൂബക്കറിനോട്, എത്ര കൊടുക്കുക? അബൂബക്കർ പറയും, ഞാൻ ഒരു 10,000. മുകുൽസു അടുത്താൾ വിളിക്കുകയാണ്, നീ എത്രയാ കൊടുക്കുക? ഞാനൊരു 2,000. മനസ്സിലാക്കണം, ഓരോ മക്കളെയും വിളിക്കും, ഭാര്യ അടക്കം വിളിക്കും, ഓരോരുത്തര ഷെയർ വാങ്ങും. എന്നിട്ടാണ് ഈ മനുഷ്യൻ തന്റെ ഷെയർ തരിക, തന്റെ ഷെയർ. അല്ലാതെ വാപ്പ പിടിച്ച് കൊടുത്തിട്ടുണ്ട്, മോനെ നീ കൊടുക്കണമെന്നല്ല. അത് ശീലിപ്പിക്കുകയാണ് മക്കളെ. ദീനിയായ സംരംഭങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ ഈ രൂപത്തിൽ കെട്ടിപ്പിടിക്കേണ്ടത് എന്നുള്ള ശീലമാണ്. അത്തരത്തിൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ, നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ നാടിനെ, നമ്മുടെ പഞ്ചായത്തിനെ, മഹല്ലത്തിനെ, നമുക്കറിയാം അല്ലാഹു ഒരുപാട് നിഅമത്ത് തന്ന നാടായത്. കാര്യം ഞാനൊക്കെ ജനിച്ചു വളർന്ന നാട് സർവ്വ ഖുറാഫാത്തും, സലഫി എന്ന് പറഞ്ഞാൽ, മുജാഹിദ് എന്ന് പറഞ്ഞാൽ കല്ലെടുത്തെറിയുന്ന നാട്ടിൽ വളർന്ന ആളാ ഞാൻ. ഓടിച്ചിട്ടടിക്കുന്ന നാട്ടിൽ വളർന്നാളാ ഞാൻ. മുജാഹിദാണെന്ന് ഒടിച്ചു പറയാൻ മാത്രം അവകാശമുള്ള നാട്ടിൽ നിന്ന് വളർന്നാളാ ഞാൻ. നമ്മുടെ സലഫി പള്ളികളായി, മാറ്റമായി, പരിവർത്തനായി. പക്ഷേ അന്നൊക്കെ ഞാനൊക്കെ ആഗ്രഹിക്കും, കൊതിക്കും, പഠിച്ചോനെ ഒരു സലഫി മഹല്ലത്തിൽ ജനിക്കാൻ കഴിഞ്ഞതെങ്കിൽ. കരത്തിൽ എത്ര റാഹത്താ. നാട്ടിൽ പുറത്തിറങ്ങിയ എല്ലാവരും സലഫികൾ, മുജാഹിദുകൾ, നോക്കുന്നിടത്തൊക്കെ മുജാഹിദ് പള്ളി, ഇതൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പണ്ട് ഇടവണ്ണയെ കുറിച്ചും ഇടത്തനാട്ടുകാരെ കുറിച്ചൊക്കെ കേൾക്കുമ്പോ കൗതുകമാണ്, പഠിച്ചോനെ മുജാഹിദ് മഹല്ലോ, അതൊക്കെ ഞങ്ങളുടെയൊക്കെ സ്വപ്നമായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ വലിയ നിഅമത്ത് കിട്ടിയ മനുഷ്യരാ നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ. അത് അള്ളാഹു തന്ന ഫദ്ലാണെന്നും ഔദാര്യമാണെന്നും അത് നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിയെടുത്തതാണ്. അവർ പണിയെടുത്തുണ്ടാക്കിയെടുത്തതാ, പരിശ്രമിച്ചുണ്ടാക്കിയെടുത്താണ്. അത് നിലനിർത്തി പോരാൻ ആവശ്യമായ ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ഇരുന്ന് ആലോചിച്ച് ഒരു മടിയും കൂടാതെ യുവാക്കളും സ്ത്രീജനങ്ങളും സഹോദരങ്ങളും സഹോദരികളും എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് ഓരോ വിഷനുകളും പദ്ധതികളും ആവിഷ്കരിച്ച് നമ്മുടെ നാടിന്റെ നന്മയും ഉയർച്ചയും വളർച്ചയും ദീനിയായ വികസനവും ദീനിയായ ഔന്നിത്യവും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫളലും കാരുണ്യമൊക്കെ കൊതിച്ച് ഇഖ്ലാസോടെ പ്രവർത്തിച്ച് മാറ്റം വരുത്താനും ആ മാറ്റം സമൂഹത്തിൽ നിലനിർത്തുവാനും പണിയെടുക്കണേ, പരിശ്രമിക്കണേ എന്ന് പ്രത്യേകം ഉണർത്തി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായി ജീവിച്ച് സ്വാലിഹീങ്ങളായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, നീ തന്ന നിഅമത്തുകൾ, നിന്റെ ഫളലുകൾ ഓരോ മൈക്രോ സെക്കൻഡിലും 1000 എന്ന നിലയിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകൾ അനുഭവിക്കുന്ന ഞങ്ങൾ അല്ലാഹുവേ, നിന്നോട് തിരിച്ചു നന്ദി കാണിക്കുന്നതിൽ വീഴ്ച വരുത്തിയ മഹാപാപികളും ദ്രോഹികളുമാണ്. അല്ലാഹ് റബ്ബേ, നിന്റെ ഫളല് കൊണ്ട്, നിന്റെ ഔദാര്യം
കാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നാടിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ, പ്രവർത്തനങ്ങളിൽ, കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ സംസാരങ്ങളിലും ഞങ്ങളുടെ നോട്ടങ്ങളിലും ഞങ്ങളുടെ കേൾവികളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ പ്രകാശം കൊണ്ട് പ്രത്യേകം അനുഗ്രഹിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ജന്മം നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ അവരെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ അയൽവാസികളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കൂട്ടുകുടുംബാദികളോടൊപ്പം ബന്ധുജനങ്ങളോടൊപ്പം ഒത്തൊരുമിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.